വൃദ്ധയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. സ്വകാര്യ ഭാഗങ്ങളിലും ശരീരത്തിലും ഗുരുതരമായി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാനക്കാരനായ പ്രതി പിടിയിലായിരിക്കുന്നു. കഴിഞ്ഞ 13-ാം തീയതി വൈകുന്നേരമാണ് ഈ ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു ബലാത്സംഗ വിവരം പുറത്തേക്ക് വരുന്നത്. അന്ന് വൈകുന്നേരം ഏതാണ്ട് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സമയത്ത് ഈ കമ്മട്ടിപ്പാടം ആ ഭാഗത്തുള്ള കുറ്റിക്കാട്ടിനോട് ചേർന്നാണ് ഈ ബലാത്സംഗം നടക്കുന്നത്. അവിടെ വെച്ച് ഒരു വൃദ്ധയായ സ്ത്രീയുടെ കരച്ചിൽ കേട്ട് ആ പ്രദേശത്തുള്ള നാട്ടുകാരാണ് ആദ്യം വിവരം പോലീസിനെ അറിയിക്കുകയും പിന്നീട് പോലീസ് എത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. അവരുടെ സ്വകാര്യ ഭാഗത്ത് മുറിവുണ്ട്, ശരീരത്തിൽ കടിച്ച പാടുകളടക്കം ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു. അവർക്ക് അടിയന്തര ചികിത്സ നൽകിയാണ് ആദ്യം പോലീസ് ചെയ്തത്. അതിനുശേഷം അവർ അപകടനില തരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ഇവരിൽ നിന്ന് ലഭിച്ച ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ജാഗ്രതയോടുകൂടിയുള്ള അന്വേഷണം നടത്തിയത്. കടവന്ത്ര പോലീസ്, സെൻട്രൽ പോലീസ് ACPയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പരിശോധന നടത്തി. വിവിധ CCTVകൾ പരിശോധിച്ചപ്പോഴാണ് അസം സ്വദേശി ഫിർദൌസ് ആണ് ഈ വൃദ്ധയെ ബലാത്സംഗം ചെയ്തത് എന്ന് മനസ്സിലായത്. ഫിർദൌസിനെ പോലീസ് ഇപ്പോൾ കടവന്ത്ര പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. ഈ സംഭവ സ്ഥലത്തേക്ക് അധികം ആളുകൾക്കൊന്നും എത്തിപ്പെടാൻ കഴിയില്ലായിരുന്നു. അവിടെ നാട്ടുകാർ അവിചാരിതമായി എത്തിയത് കൊണ്ട് മാത്രമാണ് അവരുടെ ഒരു അത്യാഹിതം ഒഴിവാക്കാൻ കഴിഞ്ഞത്. കാരണം ചോര വാർന്ന് അതിഗുരുതരാവസ്ഥയിലായിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 5:30 മണിയോടുകൂടി ഇവർ ഈ ആലപ്പുഴ സ്വദേശിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിലടക്കം വിവിധ സ്ഥലത്ത് ഈ ക്ലോക്ക് റൂമിലൊക്കെ താൽക്കാലിക ജോലിക്കാരി അതുപോലെ മറ്റു ചില ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചു വരികയാണ് ഇവർ. ഏതാണ്ട് 62 വയസ്സ് ഇവർക്ക് പ്രായമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.